പരിശുദ്ധ തൃത്വമാകുന്ന കുടുംബത്തിൻ്റെ മാതൃകയിലാണ് കുടുംബത്തെ സൃഷ്ടിച്ചതെന്ന് ഞാൻ മുമ്പ് പറഞ്ഞല്ലോ. ആ ഒരു കുടുംബത്തിൽ എന്തൊക്കെ ക്വാളിറ്റീസ് ഉണ്ടായിരുന്നോ അതായിരിക്കണം മനുഷ്യൻ്റെ കുടുംബത്തിലും ഉണ്ടാകേണ്ടത്. ദൈവമാകുന്ന കുടുംബത്തിലെ ഏറ്റവും പെട്ടെന്ന് നമുക്ക് പറയാൻ പറ്റുന്ന 4 ക്വാളിറ്റീസ് ഇനി പറയുന്നവയാണ്. ഒന്ന്, അവർ തമ്മിലെപ്പോഴും സ്നേഹിച്ചുകൊണ്ടിരുന്നു. അതുകൊണ്ട് സ്നേഹമാണ് ഒന്നാമത്തെ ക്വാളിറ്റി. ഇവർ 3 പേരാണെങ്കിലും ആ 3 പേരും ചേർന്ന് ഒരു ദൈവമേ ഉള്ളൂ. അതുകൊണ്ട് അവർക്കിടയിൽ ഐക്യമുണ്ട്. സ്നേഹമുള്ളിടത്ത് ഐക്യമുണ്ടാവും. ഐക്യമാണ് രണ്ടാമത്തെ ക്വാളിറ്റി. സ്നേഹവും ഐക്യവും ഉള്ളിടത്ത് ദൈവത്തിൻ്റെ മൂന്നാമത്തെ ക്വാളിറ്റി തീർച്ചയായും ഉണ്ടാവും. അത് വിശുദ്ധിയാണ്. സ്നേഹവും ഐക്യവും വിശുദ്ധിയും ഉള്ളിടത്ത് പരസ്പര വിധേയത്വം സ്വാഭാവികമായും ഉണ്ടാവും. പിതാവായ ദൈവത്തെ പുത്രനും പരിശുദ്ധാത്മാവും അനുസരിച്ചു എന്ന് നമുക്കറിയാം. പുത്രനായ ദൈവത്തെ പിതാവ് അനുസരിച്ച ഒരു സാഹചര്യം നിങ്ങളുടെ ഓർമ്മയിലേക്ക് ഞാൻ കൊണ്ടുവരികയാണ്. ലാസറിനെ ഉയർപ്പിക്കാനായി ലാസറിൻ്റെ കുഴിമാടത്തിന് മുന്നിൽ നിൽക്കുമ്പോൾ അവിടുന്ന് പറഞ്ഞു, പിതാവേ, അങ്ങാണ് എന്നെ അയച്ചതെന്ന് ഇവർ അറിയേണ്ടതിന് ഇപ്പോൾ ഞാൻ പറയുന്നത് സംഭവിക്കട്ടെ. എന്നിട്ട് പറഞ്ഞു, ലാസറെ പുറത്തു വരിക. പിതാവായ ദൈവം അനുസരിച്ചു. ഇതാണ് അവർ തമ്മിലുള്ള പരസ്പര വിധേയത്വം. ഈ 4 ക്വാളിറ്റീസ് നമ്മുടെ കുടുംബത്തിലുണ്ടെങ്കിൽ, സ്നേഹവും ഐക്യവും വിശുദ്ധിയും പരസ്പര വിധേയത്വവും നമ്മുടെ കുടുംബത്തിലുണ്ടെങ്കിൽ, നമ്മുടെ കുടുംബവും ഒരു സ്വർഗീയ കുടുംബമായി തീരും. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.